Hi my dears, ഇന്ന് ഞാൻ എടുക്കുന്നത് വന്നിട്ട് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ് ഇന്ന് ക്ലാസ് നമ്പർ 2 ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് സിലബസും ഏതൊക്കെയാണ് തിയറി ക്വസ്റ്റ്യൻസ് വരണേന്നാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വന്നിട്ട് സെൻട്രൽ ലിമിറ്റ് തിയറമും പിന്നെ അതിൽ നിന്ന് വരുന്ന ഒരു പ്രോബ്ലമും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ഓൾ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എല്ലാ ദിവസവും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സെൻട്രൽ ലിമിറ്റ് തിയറം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ്റെ കോൺസെപ്റ്റ്സിന് റിലേറ്റ് ചെയ്യുന്നതാണ് സെൻട്രൽ ലിമിറ്റ് തിയറം. ഓക്കെ, which is the probability distribution of static for a large number of sample taken from a population. ഓക്കെ, ഇമാജിൻ ചെയ്യുക, ഒരു എക്സ്പെരിമെൻ്റ് ഇമാജിൻ ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 25 to 30 വയസ്സിലുള്ള ആൾക്കാർ നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യുക. 25 തൊട്ട് 30 തൊട്ടുള്ള ഏജിലുള്ള ആൾക്കാർ എത്ര പേര് കാണും നമ്മുടെ കേരളത്തിൽ തന്നെ? ഒരുപാട് പേരുണ്ട് അല്ലേ? ഒരു ഐ തിങ്ക് 1 ലക്ഷം 2 ലക്ഷം പേര് കാണും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പാലക്കാടിൽ നിന്ന് 2 പേര് എടുക്കുക, പിന്നെ കാസർഗോഡിൽ നിന്ന് 2 പേര് എടുക്കുക, വയനാട്ടിൽ നിന്ന് 2 പേര് എടുക്കുക, പിന്നെ വരുന്നതാണ് കണ്ണൂരിൽ നിന്ന് 2 പേര് എടുക്കുക. അങ്ങനെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും നമ്മൾ 2 പേര് എടുക്കുക, ഒരു റാൻഡം സാമ്പിളായിട്ട് എടുക്കുക, ഒരു 25 to 30. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ മീൻ കണ്ടുപിടിക്കുക. മീൻ എന്ന് പറഞ്ഞാൽ ആ ഒരു അവരുടെ ടോട്ടൽ ഏജ് ഡിവൈഡ് ബൈ എത്ര നമ്പർ ഓഫ് പീപ്പിൾ നമ്മൾ എടുത്തു, അത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മീൻ കിട്ടും. ഇതുപോലെ തന്നെ നമ്മൾ ഒന്നും കൂടെ ചെയ്യുക, മനസ്സിലായോ? വേറെ വേറെ ആൾക്കാരെ എടുക്കുക. 2 പേര് പിന്നെയും നമ്മൾ പാലക്കാടിൽ നിന്ന് എടുക്കുക, പിന്നെയും നമ്മൾ കാസർഗോഡിൽ നിന്ന് എടുക്കുക, പിന്നെയും നമ്മൾ കണ്ണൂരിൽ നിന്ന് എടുക്കുക, പിന്നെയും നമ്മൾ തൃശ്ശൂരിൽ നിന്ന് എടുക്കുക, എറണാകുളത്തിൽ നിന്ന് എടുക്കുക. അങ്ങനെ ഒരുപാട് സ്റ്റേറ്റിൽ നിന്ന് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ മീൻ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാത്തിൽ നിന്നും നമുക്ക് ഓരോ സാമ്പിളിൽ നിന്നും ഒരുപാട് നമ്പർ ഓഫ് മീൻ നമുക്ക് കിട്ടും. മനസ്സിലായോ? ഓക്കെ, അപ്പം ഇതൊരു എക്സാമ്പിളാണ് സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ. സെൻട്രൽ ലിമിറ്റ് തിയറം എന്ന് പറയുന്നത് സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അപ്പം ഇതിലെ മീൻ വന്നിട്ട് എപ്പോഴും നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ മീൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ടോട്ടൽ നമ്പർ ഓഫ് ഏജസ് ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് പീപ്പിൾ ഉണ്ടോ അതാണ് വന്നിട്ട് മീൻ. ഓക്കെ, അപ്പം ഇത് എല്ലാത്തിലും ആപ്ലിക്കബിൾ ആണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നോർമലിനും പോയിസൺ ബൈനോമിയലും പിന്നെ ഡിസ്ട്രിബ്യൂഷനും. ഓക്കെ, അപ്പോൾ അവിടെ എല്ലാം വന്നിട്ട് ഇത് നോർമൽ ആയിരിക്കും. നോർമൽ എന്ന് പറഞ്ഞാൽ Z ഡിസ്ട്രിബ്യൂഷനാണ്. T ഡിസ്ട്രിബ്യൂഷൻ വേറെ ഞാൻ പറഞ്ഞു തരാം. എന്തായാലും ഇതിൽ തന്നെ ഉൾപ്പെടുന്നത് തന്നെയാണ് നോർമലും ടിയും F ഡിസ്ട്രിബ്യൂഷനും. ഓക്കെ, അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ കാണുന്നത് കണ്ടോ, ഈ സിമെട്രിക്കൽ ബെൽ ഷേപ്പ്ഡ് സ്ട്രക്ചറാണ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സെൻട്രലിൽ വന്നിട്ട് കൂടുതലായിരിക്കും, ബാക്കി 2 സ്ഥലത്തും കുറവായിരിക്കും. ഓക്കെ, സെൻട്രലിലായിരിക്കും എപ്പോഴും അക്സെപ്റ്റൻസ് റീജിയന്, ബാക്കി 2 സ്ഥലത്തും വന്നിട്ട് ആ റെഡ് കളർ കണ്ടോ അവിടെ വന്നിട്ട് ഇത് റിജക്റ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സെൻട്രൽ ലിമിറ്റ് തിയറത്തിൻ്റെ ഫോർമുലയാണ്. അപ്പോൾ ഇതിൻ്റെ പാരാമീറ്റേഴ്സ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. മീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് ഏജസ് ഓഫ് പീപ്പിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് മീൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടാവും. ഓക്കെ, അത് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ടോട്ടൽ നമ്പേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഈ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന് മീനിൻ്റെ റൊട്ടേഷൻ കാണിച്ചിരിക്കുന്നത് എക്സ് ബാർ ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു n mu sigma by root n. ഓക്കെ, ഇവിടെ സിഗ്മ എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാമ്പിൾ മീൻസ് ആണ്. ആ എസ് ഷേപ്പ് വന്നിട്ട് ഡിസ്ട്രിബ്യൂഷനാണ്. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ഓഫ് പോപ്പുലേഷൻ ആണ്. സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡേവിയേഷൻ ആണ്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ സൈസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. മീൻസ് മെയിനായിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വന്നിട്ട് എത്രയാണ്? 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക്, 7 മാർക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പഠിക്കണം. ഓക്കെ, an average age of first marriage of 25 for women and 27.8 for men in US. If the standard deviation for women is 4 years, what is the probability of random selection of 32 women have an average age at
ഫസ്റ്റ് മാരേജ് ബിറ്റ്വീൻ 26 ആൻഡ് 27. എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. എത്ര ഏജിന്റെ ഇടയിൽ? 26-നും 27-ന്റെ ഏജിന്റെ ഇടയിലുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ സെഡ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. സെഡ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താണ്, ഞാൻ ഒരു ഫോർമുല പറഞ്ഞുതരാം, പഠിച്ചേ പറ്റത്തുള്ളൂ. ഞാനത് കൊടുത്തിട്ടില്ല മേളിൽ, അപ്പോൾ അത് പറഞ്ഞുതരാം. എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ √n. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പം ഇവിടെ എക്സ് ബാർ എത്രയായിരിക്കും? 26-ന് 77-ന്റെ ഇടയിലല്ലേ? അപ്പോൾ ഇവിടെ എക്സ് ബാർ വന്ന് 26 മൈനസ് മ്യൂ എത്രയാണ്? 25 ആണ്. മീൻസ് അതിൻ്റെ ആവറേജ് ഏജ് ഓഫ് വുമൺ അല്ലേ 25. അത് നമ്മൾ എഴുതാം. ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയായിരിക്കും? 4 ആയിരിക്കും. മനസ്സിലായോ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 4. മീൻസ് ഒരു 4 ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട്. 4 ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് വുമൺ നമ്മൾ എടുത്തിട്ടുണ്ട്? അത് നമ്മൾ 32 എന്ന് എഴുതണം. √32 ചെയ്യുമ്പോൾ നമുക്ക് 1.414 കിട്ടും. ഇത് ചെയ്യുമ്പം ആ ഒരു വാല്യൂ നമുക്ക് കിട്ടത്തില്ല. ഇത് കിട്ടുമ്പോൾ നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എന്താ പറയുക, ഒരു പ്രോബബിലിറ്റി കർവിൽ, മീൻസ് ഏരിയ അണ്ടർ സ്റ്റാൻഡേർഡ് പ്രോബബിലിറ്റി കർവ് എന്താണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്കിൻ്റെ പേരാണ് ലോഗറിതംസ്, ആൻറ്റി ലോഗറിതംസ്, മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ. ഇത് വന്നിട്ട് എല്ലാ സ്റ്റേഷനറി കടയിലും കിട്ടുന്നതാണ്. 15 rupees ആണ് ഇതിൻ്റെ വില. ഞാൻ വാങ്ങിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ ഇത് എക്സാമിൽ അലൗഡ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കൊണ്ടുപോകുമ്പം നമുക്ക് ഇതിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? 1.414 വാല്യൂ അല്ലേ ഇതിൽ നോക്കുക. ഇതിൽ 1.4 വാല്യൂ ഉണ്ട്. ഓക്കെ, 1.4 ഇവിടെ ഉണ്ട്. പിന്നെ 0.01 ഉണ്ടല്ലോ, അത് നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിക്കണം. മനസ്സിലായി? ഇവിടെ 0.01. 1.414 വന്നിട്ട് ഇതാണ് 0.4207 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എഴുതണം. മനസ്സിലായോ? അടുത്ത വാല്യൂ വന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കും 27-ലാണ്. അപ്പോൾ അതിൻ്റെ സെഡ് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ട് 27 മൈനസ് 25 ഡിവൈഡഡ് ബൈ 4 ഡിവൈഡഡ് ബൈ √32 ചെയ്യുമ്പം നമുക്ക് വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം. ഓക്കെ, കണ്ടോ? നമുക്കൊരു വാല്യൂ കിട്ടി. എത്രയാണ്? ഒരു മിനിറ്റ്, വാല്യൂ ഇതല്ല, ജസ്റ്റ് ഒന്ന് മാറ്റാം. ഒരു മിനിറ്റ് വെയിറ്റ്. 0.4976 അല്ലേ? ഓക്കെ, കിട്ടിയോ? കിട്ടിയോ? അപ്പം ഈ ഒരു വാല്യൂ വന്നിട്ട് നമ്മൾ നോക്കണം. എത്രയാണ്? 0.4976 അല്ലേ? അതെങ്ങനെ കിട്ടിയത്? 2.828 അല്ലേ? നമ്മൾ 2.8 ഇവിടെ എടുക്കുക. മനസ്സിലായി? 2.8 കണ്ടോ? 2.8 കണ്ടോ? ഇത് പേജ് നമ്പർ 12 ആണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല, പേജ് നമ്പർ 12 ആണ്. ഓക്കെ, അപ്പോൾ 2.8 എടുക്കുക. 2.8 വന്നിട്ട് 2 അല്ലേ? 2 വന്നിട്ട് 0.02 പോവുക ഇവിടെ ഉണ്ട്. അപ്പോൾ 0.4976 കിട്ടും. ഈ സൈഡിലിരിക്കുന്ന ടേബിൾ നോക്കിയിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നു, നോക്കിക്കോ കേട്ടോ. ഓക്കെ, അപ്പം അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.79 അല്ലെ 0.4976 കിട്ടും. ഈ വാല്യൂവും പിന്നെ നമുക്ക് നേരത്തെ കിട്ടിയ 0.4207 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വാല്യൂ കിട്ടും? 0.0769 കിട്ടും. ഇതിൻ്റെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 7.6% ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് വരുന്നത് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വീട്ടിൽ വെച്ച് ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ്സിൽ ആഡ് ചെയ്യുക എന്താണ് ആൻസർ കിട്ടിയതെന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തായാലും ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഓക്കെ, എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ അതിൻ്റെ എന്താ പറയുക, എക്സ് ബാർ എന്താണ്, മ്യൂ എന്താണെന്ന് പറഞ്ഞുതരാം. ആദ്യം കൊടുത്തിരിക്കുന്നതാണ് ആവറേജ് സാലറി. മ്യൂ വന്നിട്ട് 64,140 ആണ്. അടുത്ത സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ വന്നിട്ട് 18,405 ആണ്. എൻ വന്നിട്ട് 31 ആണ്. പിന്നെ എക്സ് ബാർ വന്നിട്ട് 74,000 ആണ്. ഓക്കെ, നിങ്ങൾ വേഗം ആൻസർ ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ ആൻസർ കിട്ടണം എന്നില്ല. ഒരു 2-3 വീഡിയോസ് കഴിഞ്ഞിട്ടേ വന്നിട്ട് ആൻസർ ഞാൻ ഇടാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഇപ്പോൾ ഇടുന്ന വീഡിയോസ് ഒരുപാട് ദിവസം മുമ്പ് ഇടുന്ന വീഡിയോ ആണ്. ഓക്കെ, അതുകൊണ്ടാണ്. അടുത്ത ക്ലാസ്സിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് വന്നിട്ട് ഈ ഒരു ലാസ്റ്റ് സമം പിന്നെ സെൻട്രൽ ലിമിറ്റ് തിയറത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. ഓക്കെ.
താങ്ക് യു. നന്നായിട്ട് പഠിക്കണം കേട്ടോ.